നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. കോട്ടയം ജില്ലയിലെ ഇരാറ്റുപേട്ടയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയായി കോട്ടയം ഇടുക്കി ജില്ലയുടെ അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് കട്ടിക്കായം വെള്ളച്ചാട്ടം. ഇവിടെ നിന്ന് ഇല്ലിക്കക്കല്ലിന് 4 കിലോമീറ്ററുകൾ മാത്രമേ അകലെയുള്ളൂ. നിങ്ങൾ ഇല്ലിക്കക്കല്ല്, ഇലവീഴ, പൂഞ്ചിറ എന്നിവ കാണാൻ വരുന്നവരാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് കട്ടിക്കായം വെള്ളച്ചാട്ടം. ഇതാണ് കട്ടിക്കായം വെള്ളച്ചാട്ടത്തിൻ്റെ പാർക്കിങ്ങിലേക്കുള്ള വഴി. പാർക്കിംഗ് ഫീ 10 രൂപയാണ്. ഇന്നൊരു സൺഡേ ആണ്, അതുകൊണ്ട് ഇത് ഓപ്പണല്ല. പാർക്കിംഗ് ഗ്രൗണ്ട് ഒന്നും ഓപ്പണല്ല ഇന്ന്. ഇവിടം വരെ വാഹനങ്ങൾ വരത്തുള്ളൂ. ഇതിന് ശേഷം ബാക്കി ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. ഇതിലൂടെ മുന്നോട്ട് ഒരു 1.5 കിലോമീറ്റർ കൂടി നടക്കണം. ഇതൊരു കോൺക്രീറ്റ് റോഡാണ്. കുറച്ച് കഴിയുമ്പോഴത്തേനും കോൺക്രീറ്റ് റോഡ് തീർന്നു. ഇതിവിടെ ഒരു ബോർഡൊക്കെ കിടപ്പുണ്ട്. ബോർഡെല്ലാം കാറ്റത്ത് അടിച്ചു പറിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ളൊരു വഴി അത്ര സ്മൂത്തല്ല, കുറച്ച് നോക്കിയും കണ്ടുമൊക്കെ പോകാനുണ്ട്. ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാം അതിമനോഹരമായ സീനറികൾ മാത്രം. മെയ് മാസം 28-ാം തീയതിയാണ് ഞാൻ ഈ വെള്ളച്ചാട്ടം കാണാനായി പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അതിശക്തമായ മഴയായതിനാൽ ഇങ്ങോട്ടുള്ള പ്രവേശനമൊന്നും അനുവദനീയമായിരുന്നില്ല. ഇന്നൊരു തെളിവുള്ള ദിവസമാണ്. അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൽ നല്ല വെള്ളമുള്ളൊരു ദിവസം കൂടിയാണ് ഇത്. മഴക്കാലത്തിന് ശേഷം നല്ല വെള്ളമാണ് ഇപ്പം വെള്ളച്ചാട്ടത്തിലുള്ളത്. ഇതിന് ചുറ്റും അതിമനോഹരമായ കാഴ്ചകളാണ്. കാഴ്ചകളുടെ ഒരു കൂടാരം എന്ന് തന്നെ പറയാം. എവിടെ നോക്കിയാലും അതിമനോഹരമായ കാഴ്ചകൾ മാത്രമാണ് ഉള്ളത്. ഇവിടെയുള്ള പാറകളിലൊക്കെ ചെറുതായി വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം പോവുക. ഇത് വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഒഴുക്കാണ് ഈ കാണുന്നത്. 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വരവ് അതീവ ദുഷ്കരമായിരുന്നു. വേരിലും മരത്തിലുമൊക്കെ പിടിച്ചു വേണമായിരുന്നു വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ. വളരെ അപകടം പിടിച്ചതായിരുന്നു. ഇപ്പോൾ പക്ഷേ താഴേക്കുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളുമൊക്കെ കൈവരികളൊക്കെ പിടിപ്പിച്ച് കൂടുതൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ച് ദുഷ്കരമാണ്. കെയർഫുള്ളായിട്ട് പോയില്ലെങ്കിൽ വീഴാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടുള്ള കൈവരികളും പാതകളും ഒക്കെ കാണാൻ തുടങ്ങി. ഇതാണ് താഴേക്കുള്ള പാതയാണ് ഈ കാണുന്നത്. പാതയൊക്കെ നല്ല മനോഹരമായി നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ചുറ്റും കൈവരികളൊക്കെ ഉണ്ട്. അതിലൊക്കെ പിടിച്ച് താഴെ കുത്തനെയുള്ള സ്റ്റെപ്പുകൾ കെയർഫുള്ളായിട്ട് ഇറങ്ങാം. നല്ല കുത്തനെയുള്ള പടികളാണ് താഴേക്കുള്ളത്. വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്കുള്ള പാതയാണ് ഈ കാണുന്നത്. ഒരു 300 മീറ്റർ പാതയുണ്ട് താഴോട്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ വരെ എത്താം. കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ പാതയൊക്കെ നിർമ്മിച്ചിട്ട്. അതിനു മുമ്പ് വേരിലും മരത്തിലുമൊക്കെ പിടിച്ച് വളരെ ദുഷ്കരമായിരുന്നു താഴേക്ക് പോകാൻ ഉള്ള വഴികളൊക്കെ. ഇപ്പം പാതയെല്ലാം അടിപൊളിയാക്കിയിരിക്കുന്നു. ഇപ്പം ആർക്ക് വേണേലും വളരെ സുഖമായിട്ട് തന്നെ താഴേക്ക് എത്താം. പ്രായം ചെന്നവർക്കൊക്കെ താഴേക്ക് ഇറങ്ങിപ്പോകാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും. കാരണം വളരെ കുത്തനെയുള്ള പടികളാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ തുടങ്ങി. ഇവിടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച അതിമനോഹരമാണ്. വെള്ളം ഇങ്ങനെ പതഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ബാൽക്കണിയുണ്ട്. ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് വളരെ അടുത്ത് നന്നായിട്ട് വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ സാധിക്കും. ബാൽക്കണിയിൽ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാനായി ഒരു ഗോണിയും കൂടെ വെച്ചിട്ടുണ്ട്. വെള്ളം കുറവുള്ള സമയത്തൊക്കെ ആണെങ്കിൽ താഴേക്ക് ഇറങ്ങാൻ പറ്റും. മുകളിൽ നിന്നുകൊണ്ട് തന്നെയൊക്കെ വെള്ളച്ചാട്ടം വളരെ നന്നായി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. കുറച്ച് ആൾക്കാരൊക്കെ താഴെ ഗോവണി വഴി താഴെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം വെള്ളം ഇച്ചിരി കൂടുതലായതിനാൽ ബാൽക്കണിയിൽ നിന്ന് കാണുന്നതായിരിക്കും ഉചിതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് കട്ടിക്കായം വെള്ളച്ചാട്ടത്തിൻ്റെ പ്രധാന ഭാഗം. വളരെ ഹൈറ്റിൽ നിന്ന് അതിമനോഹരമായി താഴേക്ക് ചാടുന്ന വെള്ളം നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇതൊരു ജൂൺ മാസത്തിൻ്റെ ആരംഭമൊക്കെ ആയിട്ടുള്ള സമയമായതുകൊണ്ട് തന്നെ വളരെ നല്ല മഴ ലഭിച്ചതുകൊണ്ടും വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ തന്നെ നല്ലൊരു വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ വളരെ മനോഹരമാണ്. അവധി ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. ഇപ്പം സ്വതവേ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പൊതുവേ ഇങ്ങോട്ടുള്ള ആൾക്കാർ വരവ് വളരെ കുറവാണ്. മഴക്കാലങ്ങളിൽ വെള്ളച്ചാട്ടങ്ങളൊക്കെ വളരെ അപകടമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ നല്ല മഴക്കാലത്ത് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഒക്കെ സാധ്യതയുള്ളതിനാൽ ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങൾ വരാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം വെള്ളച്ചാട്ടം വളരെ അതിമനോഹരമായ ദൃശ്യങ്ങളൊക്കെ തരുമെങ്കിലും അപകടം പിടിച്ചത് കൂടിയാണിത്. ഇപ്പോൾ ഇവിടെ മഴവില്ലൊക്കെ വന്നിരിക്കുകയാണ്. മഴവിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെയുള്ള ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മനോഹരമായ റീലുകളും ഫോട്ടോകളും ഒക്കെ ധാരാളം എടുക്കുന്നതിനായിട്ട് സാധിക്കും.
റീൽസുകളും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഈ കട്ടിക്കായം വെള്ളച്ചാട്ടത്തിൽ വരുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് കട്ടിക്കായം വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.